നമസ്കാരം. മുൻ BJP കൗൺസിലറായ സ്വന്തം അധ്യാപികയെ ആദരിക്കാൻ എന്നുള്ള പേരിൽ DCC ഓഫീസിൽ വിളിച്ചു വരുത്തുക ചെയ്തത് K. ശബരിനാഥൻ എന്ന മുൻ MLA കൂടിയാണ്. ഇയാളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അതിശക്തനായ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി. എന്നിട്ട് ഇവരെ വിളിച്ചു വരുത്തി, ഇവരെ ഷോളൊക്കെ ഇടിച്ചു, കുറെ കോൺഗ്രസ്സുകാരൊക്കെ ചുറ്റും കൈയടിച്ചു, അവരുടെ പാദ നമസ്കാരമൊക്കെ ചെയ്ത് അവസാനം ഈ ദൃശ്യങ്ങൾ ഈ ടീച്ചർ കോൺഗ്രസിൽ ചേർന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു. ഇവർ BJPയുടെ കൗൺസിലറാണ്. വൈകുന്നേരമായപ്പോഴേക്കും ടീച്ചർ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഇത്തരത്തിൽ ശബരിനാഥൻ വിളിച്ചിട്ടാണ് ഞാൻ പോയത്, അതുകൊണ്ട് എന്റെ ശിഷ്യൻ വിളിക്കുമ്പോൾ, അത് ഏത് പാർട്ടിക്കാരനായാലും ഏത് എതിർചേരിയിലുള്ള വ്യക്തിയായാലും പഠിപ്പിച്ച കുട്ടി ഒരു ശിഷ്യൻ വിളിക്കുമ്പോൾ ഒന്ന് ആദരിക്കണം എന്ന് ഒരു ഗുരുനാഥയോട് പറയുമ്പോൾ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു മനസ്സ്, ആ ഒരു അധ്യാപികയുടെ നല്ല മനസ്സ് പോലും ചൂഷണം ചെയ്യുന്ന, അവരെ പോലും പറഞ്ഞു പറ്റിക്കുന്ന നെറികെട്ട പാപ്പരത്വമാണ് കോൺഗ്രസും അതുപോലെ തന്നെ K. ശബരിനാഥനും കാണിച്ചത്. K. മുരളീധരനും ഇതിന് കൂട്ടുനിന്നിട്ടുണ്ട്. ശബരിനാഥൻ ഒറ്റയ്ക്കൊന്നും വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ സൈബർ ഹാൻഡിലുകളിൽ ഒക്കെ പ്രചരിപ്പിച്ച് BJPയുടെ കൗൺസിലർ ടീച്ചർ, ജയലക്ഷ്മി ടീച്ചർ ഞങ്ങളുടെ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു, ഞങ്ങൾക്ക് ശക്തി പകരാനായി, ഊർജം പകരാനായി എത്തിയിരിക്കുന്നു തുടങ്ങി കോൺഗ്രസ് ഹാൻഡിലുകൾ വ്യാപകമായി ഈ ചിത്രങ്ങളും ദൃശ്യങ്ങളും പ്രചരിപ്പിച്ചു. കോൺഗ്രസ് ഇക്കുറി രണ്ടും കൽപ്പിച്ചാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കുന്നത് എന്നാണ് K. മുരളീധരൻ പറയുന്നത്. K. മുരളീധരനാണ് അവിടെ നിന്നുകൊണ്ട് അവിടുത്തെ ചില ചുക്കാൻ പിടുത്തവും ഒക്കെ ചെയ്യുന്നത്. രണ്ടാഴ്ച ആരോരും അറിയാതെ ഇദ്ദേഹം പോയി അവിടെ നിന്നു. K. മുരളീധരൻ അവിടെ പോയി നിന്ന് ആൾക്കാരെയൊക്കെ തീരുമാനിച്ചു, ശബരിനാഥനെ രംഗത്തിറക്കി, അങ്ങനെ നിരവധി ആൾക്കാരെ അവിടെ നിന്നും ഒക്കെ പൊക്കിയെടുത്തു, പല കാര്യങ്ങൾ ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ കോൺഗ്രസ് UDF പിടിക്കും എന്ന് പ്രതിജ്ഞ എടുത്തു. അത് കഴിഞ്ഞാണ് മാധ്യമങ്ങൾ അറിഞ്ഞത് K. മുരളീധരൻ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയായിരുന്നു എന്ന്. K. മുരളീധരന് സ്വന്തം മണ്ഡലം പോലും, അല്ലെങ്കിൽ തൃശ്ശൂര് 2024 തൃശ്ശൂർ സ്വന്തം മണ്ഡലമാണ്, അല്ലെങ്കിൽ സ്വന്തം നാടാണ്, K. കരുണാകരന്റെ നാടാണ് തൃശ്ശൂര്, അവിടെ പോലും ജയിക്കാൻ പറ്റിയില്ല. അങ്ങനെയുള്ള K. മുരളീധരനാണ് എന്താണ് ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ ഞാൻ പിടിച്ചെടുക്കും, കോൺഗ്രസിന് വേണ്ടി പിടിച്ചെടുക്കും എന്ന് പറഞ്ഞ് മുൻ MLA രംഗത്തിറക്കുന്നതൊക്കെ. കോൺഗ്രസ് കാണിക്കുന്നതെല്ലാം പാപ്പരത്വങ്ങളാണ്. കോൺഗ്രസ് എന്ന പാർട്ടി ഇപ്പം 2031 മറ്റേ അധികാരത്തിൽ വരും എന്നൊക്കെ പറഞ്ഞ് ചില പ്രസ്താവനകൾ കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പോഴേക്കും ഒരു രാഷ്ട്രീയ നിരീക്ഷകനുണ്ട്, അഡ്വക്കേറ്റ് A. ജയശങ്കർ. അദ്ദേഹം പറയുന്നത് കേട്ടു, 2031 ഈ പാർട്ടി ഉണ്ടാവുമോ എന്ന് തന്നെ അറിയില്ല. കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാവുമോ എന്ന് തന്നെ ഉറപ്പില്ല എന്നിട്ടാണ് കിടന്ന് ഈ പറയുന്നത് മുഴുവൻ. പിന്നെ അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ശരിക്കും KC വേണുഗോപാൽ എന്ന വ്യക്തി, അദ്ദേഹം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്നിരുന്നു. KC വേണുഗോപാൽ എന്ന വ്യക്തിയാണ് ഈ കോൺഗ്രസിനെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ കേരള ഘടകത്തെ ഇല്ലാതെയാക്കുന്നത്. BJPക്കാർ കാശ് കൊടുത്ത് KC വേണുഗോപാലിനെ ട്രോജൻ കുതിരയായിട്ട് വിട്ടതാണോ എന്നുള്ള സംശയം ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. അത് സന്ദീപ് വാര്യരെയും പറയുന്നുണ്ട്. സന്ദീപ് വാര്യരെ BJPക്കാര് പ്രത്യേകമായി ദൗത്യം കൊടുത്ത് കോൺഗ്രസിലേക്ക് പറഞ്ഞു വിട്ടതാണെന്ന്. കോൺഗ്രസ് കാണിക്കുന്നതെല്ലാം ശുദ്ധ അസംബന്ധവും പാപ്പരത്വവുമാണ്. ഒരു അധ്യാപികയെ വിളിച്ചു വരുത്തി ഞാൻ ആദരിക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ കാലിൽ നമസ്കരിച്ചിട്ട് ആ ചിത്രം അവർ കോൺഗ്രസിൽ ചേർന്നു എന്ന് പറയും. അവർ പണ്ടേ BJPക്കാരിയാണ്, BJPയുടെ കൗൺസിലറാണ്. അവർക്ക് കോൺഗ്രസിൽ ചേരണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. ഒരു ശിഷ്യൻ വിളിച്ചത് കൊണ്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ. അത് മര്യാദയ്ക്ക് വിളിച്ചത് കൊണ്ട് ചെന്നു. അത് അവരുടെ മാന്യത, അവരുടെ രാഷ്ട്രീയ മാന്യതയാണ് അവർ കാണിച്ചത്. അതിനെപ്പോലും ചൂഷണം ചെയ്യുന്ന രീതിയിലാണ് കോൺഗ്രസ്സുകാർ ഈ ചെറ്റത്തരങ്ങൾ കാണിക്കുന്നത്. എങ്ങനെ ജയിക്കാനാണ്? തിരുവനന്തപുരം കോർപ്പറേഷൻ മുഴുവൻ ഇപ്പോൾ ഈ വിഷയം ചർച്ചയാണ്. ഞങ്ങളുടെ ഓഫീസ്, DNA ഓഫീസ് ഇരിക്കുന്നത് കോർപ്പറേഷൻ പരിധിക്കുള്ളിലാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, ഇത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പൊ കോൺഗ്രസ്സുകാരെ കാണുമ്പോൾ ഈ സ്ലിപ്പൊക്കെ കൊടുക്കാൻ വരുമ്പോൾ ആൾക്കാർ കൂവാണെന്ന് പറഞ്ഞത്. നാട്ടുകാർ കൂവാണ്. ആ അവസ്ഥയിലെത്തി കോൺഗ്രസ് തിരുവനന്തപുരത്ത്. എന്നിട്ടാണ് ഇനി K. മുരളീധരൻ വന്ന് ഇവിടെ കോർപ്പറേഷൻ പിടിക്കാൻ പോകുന്നത്. നല്ല പിടുത്തമായിരിക്കും പിടിക്കുന്നത്.